This program co-sponsored by JMJ Fintech, NBFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. Budget beyond digits. വെൽക്കം ബാക്ക് ടു ദ ഷോ ബിഗ് ബി. നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് അപ്പ് ആണ്. അതായത് ടാക്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടായ ഷോണോ ജോൺ ജോസഫാണ്, പാർട്ട്ണർ DPSM ആൻഡ് കമ്പനി. ഷോണോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ ഷോണോ ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ ഷോ സ്റ്റോപ്പർ എന്ന് പറയുന്നത്. അതായത് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എക്കണോമി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്ലോബൽ ട്രേഡിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സംസാരിച്ചു, ക്യാപിറ്റൽ മാർക്കറ്റ് സംസാരിച്ചു, പ്രഷ്യസ് മെറ്റൽ സംസാരിച്ചു, കൊമോഡിറ്റി സംസാരിച്ചു, ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അത് എൻഡ് ചെയ്യുന്നത് ടാക്സ് ആണ്. കാര്യം എല്ലാം ഫൈനലി കൾമിനേറ്റ് ചെയ്യുന്നത് ഒരു കൊല്ലം അവസാനമാകുമ്പോൾ നമ്മൾ എത്ര ഗെയിൻ ചെയ്തു എത്ര ലൂസ് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ റെലവൻസ് വരുന്നത്. അതും ഷോണോനെ പോലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടും പ്രിവിലേജ് ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ്. ഷോണോ, ഇപ്പോൾ ഒരു ബിറ്റ് ഓഫ് സർക്കാസം, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ബഡ്ജറ്റിനെ കാണുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഇഗ്നൈറ്റ് ചെയ്യാനോ ട്രിഗർ ചെയ്യാനോ മാത്രമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡിസസ് ലെവൽ അത് കാണിക്കുന്നുണ്ടെന്നുള്ള. എന്നാൽ കോമൺ മെന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റും അത് കൂടാതെ തന്നെ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ഇളവാണെങ്കിൽ അത് നടന്നില്ല എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നുള്ള ഒരു സർക്കാസം എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങി വയ്ക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടെന്ന് വെച്ചാൽ എന്താണോ ബഡ്ജറ്റ് കഴിഞ്ഞ് ചീപ്പർ ആവുന്നത് കോസ്റ്റ്ലി ആവുന്നതെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ചീപ്പറായിട്ട് വന്നത്? ക്യാൻസർ ഡ്രഗ്സ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററീസ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, സോളാർ പാനൽ, സ്മാർട്ട് ഫോൺ, ലെതർ എക്യുപ്മെൻറ്റ് ആൻഡ് മൈക്രോവേവ് ഓവൻ. ഇത്രയും സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചീപ്പറായിട്ട് വില കുറഞ്ഞായിട്ട് കാണുന്നത്. എന്താണ് വില കൂടിയത്? സ്റ്റോക്ക് മാർക്കറ്റാണ് വില കൂടിയത്. അതായത് STT ആണ് വില കൂടിയത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണ ഒരു അഫെയർ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ട് മാറി എന്നുള്ളതാണ് ആ സർക്കാസം. അതായത് കൂടിയ സാധനങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, കുറഞ്ഞ സാധനങ്ങളിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പറയാനായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സർക്കാസത്തിലാണ് കാര്യങ്ങൾ എൻഡ് ചെയ്യണമെന്നുള്ള. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കണം നമ്മൾ ആഗ്രഹിച്ചു. അതിലൊരു ടിങ്കറിങ് വരണമെന്നും എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ സംസാരിക്കാനില്ല. ഒരു പ്ലെയിൻ ട്രൂത്ത് പറയുകയാണെങ്കിൽ ഷോണോ, നമുക്ക് വലിയ രീതിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ള. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഹൈലൈറ്റ്സിൽ ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ലാബ്സിൽ ഒരു ചേഞ്ചും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ കൊല്ലം നിന്നിരുന്ന അതേ സാധനം കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് 12 ലക്ഷം വരെ ഒരു ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള. രണ്ടാമത് GSTയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രിമൈസിലല്ല GST എന്ന് പറയുന്നത്. GST എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ പുറത്തായി, അതായത് പുറം വശത്താണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അത് GST കൗൺസിലാണ്. സെപ്റ്റംബറിൽ നല്ല രീതിയിലുള്ള റാഷണലൈസേഷൻ വന്നു. 90-95% പ്രോഡക്ട്സിന് നല്ല രീതിയിൽ ഗണ്യമായ വില കുറഞ്ഞു എന്ന് ഞാൻ പറയില്ല. ഗവൺമെൻറ്റിൻ്റെ ആ ടാക്സിൻ്റെ ഇനത്തിൽ വില കുറഞ്ഞു. സാധനങ്ങളുടെ വില കുറഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ എത്രയോ കൊല്ലം ഡെക്കേഡ് ഓൾഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 അത് ഒരു ഹിസ്റ്ററിയായി മാറി. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് 2025 വിത്ത് എഫക്ട് ഫ്രം 1 April 2026. അതാണ് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് മാർക്കായിട്ടും ഹിസ്റ്റോറിക് ആയിട്ടുമുള്ള കാര്യം. അതായത് ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അത് പറയാൻ ഏറ്റവും നല്ലത്. ഞാൻ അതിലേക്ക് വരാം ഷോണോയിലേക്ക്. നമ്മൾ എന്തും പറയുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് 1961 ഉള്ള ആക്ട് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഷോണോയെ പോലത്തെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അത് പറയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഈ പറയുന്ന പോലെ റിവൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ഡെഡ് ലൈൻ. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റിവൈസ്ഡ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള ഫയലിങ്ങോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് March 31 വരെ ആക്കി എന്നുള്ളത് വേറൊരു പോയിന്റ്. പിന്നെ വരുന്നത് ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ. അതായത് നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനിക്ക് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എബ്രോഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ രാജ്യത്ത് റിസൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കാണാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യത്തിന് പൈസ ഏൺ ചെയ്ത് കാണാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ESOPs ബൈ ചെയ്യുന്നതായിട്ടുണ്ട്.
ഇതിനെ നമ്മൾ ഫോറിൻ അസറ്റ്, അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ അസറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ഒരു വ്യക്തി ഈ ഫോറിൻ അസറ്റ്സ് ഡിക്ലെയർ ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു അസറ്റ് ഡിസ്ക്ലോഷർ സ്കീം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 6 മന്ത് വിൻഡോനകത്ത്, അതായത് 5 കോടി വരെയുള്ള അസറ്റ്, അത് ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ESOPs ആയിക്കോട്ടെ, ഒരു നോമിനൽ ഫീ 1 lakh അടച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നല്ല ഡിസിഷനും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള. എന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മോശകരമായിട്ടും നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, എന്താണോ ടിങ്കറിങ് പോസിറ്റീവ് സൈഡിൽ പ്രതീക്ഷിച്ചത്, അതിന് നേരെ വിപരീതമായി STTക്ക് മേൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂട്ടിയിരിക്കുന്നു എന്നുള്ളത്. അതായത് ഫ്യൂച്ചേഴ്സിൽ 150%, അതായത് 0.02 നിന്ന് 0.05 ആക്കുകയും ഓപ്ഷൻസിൽ 50% കൂട്ടി എന്നുള്ളത് മാർക്കറ്റിനെ വലിയ രീതിയിൽ എൻ്റർടൈൻ ചെയ്തില്ല, അമ്യൂസ് ചെയ്തില്ല. അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴോട്ട് വലിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ ടാക്സ് എന്ന ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ. എനിക്കൊന്ന് ആദ്യമായിട്ട് ഷോണോനോട് ചോദിക്കാനുള്ളത്, നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചതും, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മീൻ ജോബ്, ഇറ്റ്സ് എ ടഫ് അഫെയർ. ഒരു എന്താ പറയുക, ഒരു IASO അല്ലെങ്കിൽ IPSO പഠിക്കുന്ന പോലെ തന്നെ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കൊല്ലം പഠിക്കുന്നതല്ല അടുത്ത കൊല്ലം പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയൊക്കെ എണീറ്റിരിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡെക്കേഡ് ഓൾഡ് ആക്ട് ആയിട്ടുള്ള 1961, അത് മാറിയിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 വന്നിരിക്കുന്നു. ഇതൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡിസിഷൻ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിസിഷൻ. ഇനി നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളിലും വ്യത്യാസം വരുന്നതായിട്ടുള്ള ഡിസിഷൻ. എന്താണ് ഷോണോൻ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇൻകം ടാക്സ് ആക്ട് 1961 അത് ഇനിയിപ്പോൾ ചരിത്രം തന്നെയാണ്. അത് നമുക്കിനിയിപ്പം ഈ കൊല്ലം മുതൽ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യത്തിൻ്റെ ടാക്സിൻ്റെ നിയമത്തിലുണ്ടായ ഒരു മാറ്റം, അത് 1961 എന്നൊരു ആക്ട് മാറി 2025 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് എല്ലാം തന്നെ വലിയ കാര്യമായ മാറ്റങ്ങൾ സാധാരണ ഒരു ജനത്തിന് ഉണ്ടാവുന്ന ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ 1961 ആക്ട് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശ രൂപേണ പറയും, ഇൻകം ടാക്സ് ആക്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട്. പല തമാശകളുണ്ട്. അതായത് ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യരുത്, രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം, മറുഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇൻകം ടാക്സ് ആക്ടിനകത്ത് വേറൊരു കാര്യം പറയും. അപ്പോൾ ഈ ടാക്സ് നിയമം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരു പല ഫോറിൻ സിറ്റിസൺസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ടാക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും മറുഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അത് വേറൊരു കാര്യം കോൺട്രഡിക്ടറി വരുന്നു. പക്ഷെ അത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനം അനുസരിച്ച് കൺസിസ്റ്റൻസി ഇല്ല അല്ലേ? അങ്ങനെയായിരുന്നു. അത് കാലാകാലങ്ങളായിട്ട് അമെൻഡ് ചെയ്ത് വന്നു. അതെല്ലാം ഇപ്പം മാറ്റിയിട്ട് എല്ലാ അമെൻമെന്റും കൂടെ ഒരു സ്ഥലത്ത് കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റം, സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് തരം തിരിച്ച് ഇത് വായിച്ച് മനസ്സിലാക്കുന്നത് ഇനി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആയിരുന്നില്ല പഴയ ഒരു ആക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഒരു മാറ്റം വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുക എന്ന് പറയും, ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് സംസാരിച്ച് തുടങ്ങുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാർ ഇനിയിപ്പോൾ ഇൻകം ടാക്സ് സംസാരിക്കാൻ സാധിക്കും. അത് ഒരു പോസിറ്റീവ് മാറ്റമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ ഇൻകം ടാക്സ് ആക്ട് പോലെയുള്ള കോംപ്ലക്സ് ആയിട്ട് ഒരു പേടിപ്പിക്കുന്ന ഫാക്ടറിനെ കുറച്ചുകൂടി ലഘൂകരിച്ച് ജനത്തിന് കിട്ടി ഇൻകം ടാക്സ് ആക്ട് 2025 വഴി. പിന്നെ പറഞ്ഞ മറ്റ് മാറ്റങ്ങൾ, ഒരു കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന ടാക്സ് സ്ലാബിലുള്ള മാറ്റം, അങ്ങനെ ഒരു മാറ്റം ഈ കൊല്ലം എക്സ്പെക്ടേഷൻ, അത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടെടുക്കുവാണ്. എക്സ്പെക്ടേഷൻ വാസ് ടു ഹൈ. നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ പാർട്ട് 1, ഒരു സിനിമയുടെ പാർട്ട് 1 ഭയങ്കര സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 2 ഉണ്ടാവുന്ന അതൊരു എക്സ്പെക്ടേഷൻ, ഒരു ബാഗേജ് ഉണ്ട്. ആ ഒരു ബാഗേജ് സ്വാഭാവികമായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ബെനിഫിറ്റ്സ് സാധാരണക്കാരന് കിട്ടി. ഈ 12 ലക്ഷം 12.25 ലക്ഷം വരെ ഉള്ള ടാക്സ് എക്സംഷൻ, അങ്ങനെ സിഗ്നിഫിക്കന്റ് ജമ്പ് ആയിരുന്നു. ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു മാറ്റമായിരുന്നു. ആ ഒരു മാറ്റം പ്രതീക്ഷിച്ച, ആ ഒരു ശീലം കിട്ടിയ ഒരു ജനം, സാധാരണക്കാര് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചത് അതുപോലൊരു മാറ്റം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. അത് നടന്നില്ല. സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിലെ ഒരു ഇമോഷണൽ സെന്റിമെന്റ്സ്, അത് ഒരു പരിധിവരെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് തന്നെ അത് താൽക്കാലികമാണോന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ ഷോണോ, ശരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് വന്നു.
രണ്ടാമത് ഈ പറഞ്ഞ പോലെ കോംപ്ലയൻസിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു വൈഡൻ ചെയ്തു, ഒരു സ്കോപ്പ് വൈഡനായി. ഒരുപാട് ഇലക്ട്രിക് ഫോർമാറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നേരിട്ട് തന്നെ നമുക്ക് അങ്ങ് പേയ്മെന്റ് ആയി കൊടുക്കാൻ, കാര്യം എല്ലാ സാധനവും പ്രിന്റ് ചെയ്ത് വരുന്ന രീതിയിലേക്കായി. ഇത് പൊതുവേ നിങ്ങളുടെ ക്ലയൻസിനെയും മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ ഈ ടാക്സ് ഫയലിംഗിന്റെ പ്രോസസ്സ് സാധാരണ നിങ്ങളുടെ ഏറ്റവും വലിയ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത് ഇയർ എൻഡ് ആയിട്ടുള്ള ടാക്സ് ഫയലിംഗ് ആണ്. അത് മാത്രമല്ല നമുക്കറിയാം ക്ലയൻസ് എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ഫയലിങ്ങിന് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇതോടുകൂടി ഈസി ആവില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ വർക്ക് സ്റ്റൈലിൽ വരുമോ? വർക്ക് സ്റ്റൈലിൽ മാറ്റം വരുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനറിയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റൈലിന് ഈസി എന്ന് പറയുന്നത് ബിസിനസിന്റെ ഈസിനെസ് ആണ്. ബിസിനസിന്റെ ഈസിനെസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിയുടെ ഗ്രോത്തിനെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു പോസിറ്റീവ് ഗ്രോത്ത് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് വരുന്ന മാറ്റങ്ങൾ ഈ പുതിയ ടാക്സ് റൂള് അനുസരിച്ച് ഒരുപാട് ഈസിനെസ് വരും ഫയലിംഗിന്റെ അകത്ത്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചില പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന 1-2 കാര്യങ്ങളും ഈ ബഡ്ജറ്റും തമ്മിൽ ഞാൻ 2-3 ലിങ്ക് ചെയ്ത് ഞാൻ സംസാരിക്കാം. ഒന്ന്, ഫോറിൻ അസറ്റ്സ് ആൻഡ് ഇൻകം ഡിസ്ക്ലോഷർ. കഴിഞ്ഞ മാസം ഡിസംബർ 2025 ഒരുമാതിരി പലർക്കും വന്ന ഒരു ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് പറയാം, ഡയറക്ട്ലി മെയിൽ ആയിരുന്നു വന്നിരുന്നത്. നിങ്ങൾ ഫോറിനിൽ ഒരു അസറ്റ് ഉള്ളതായിട്ട് കാണപ്പെടുന്നു, പക്ഷേ റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് റിട്ടേൺ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ യു വിൽ ബി ഫോഴ്സ്ഡ് ടു പെനാൽറ്റി പ്രോസിക്യൂഷൻ. അപ്പോൾ അത് ഈ ബഡ്ജറ്റിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് അതിനെ ഫിനാൻസ് മിനിസ്റ്റർ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് ഒരു 6 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുകയാണ്. ഈ 6 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത് 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ഇൻകവും അസറ്റും ഡിക്ലെയർ ചെയ്തവര്, വിദേശത്തുള്ള ഇൻകം ഡിക്ലെയർ ചെയ്തു, അസറ്റ് ഡിക്ലെയർ ചെയ്യാത്തവര്, അങ്ങനെ 2 ആയിട്ട് തരംതിരിച്ചു. ഇൻകമും അസറ്റും സെപ്പറേറ്റ് ചെയ്തു. അതെ, ഇൻകവും അസറ്റും രണ്ടും കാണിക്കാത്തവര്. ഇൻകം മാത്രം കാണിച്ചു, പക്ഷെ അസറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 ആയിട്ട് തരംതിരിച്ചിട്ട് അവർക്കൊരു 6 മാസത്തെ കാലാവധി കൊടുത്തു. ഈ 6 മാസത്തിനുള്ളിൽ ഈ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ 1 ലക്ഷം രൂപ മാത്രം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിത് ഡിസ്ക്ലോസ് ചെയ്ത് ബാക്കി പെനാൽറ്റി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള ഇതിൽ നിന്നെല്ലാം ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. ആദ്യത്തെ കാറ്റഗറി ആൾക്കാർക്ക് 30% അവർ ഡിക്ലെയർ ചെയ്യുന്ന ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കണം. ഫോറിനിൽ ഒരു ഇൻകം ഉണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ല, അത് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത 30% ഇൻകം ടാക്സ് അടയ്ക്കുക, പ്ലസ് ഒരു 30% അഡീഷണൽ ആയിട്ട് ഒരു പെനാൽറ്റിയും കൂടെ അടയ്ക്കുക. അതോടുകൂടി സകലതും നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നീട് ഞങ്ങൾ നിങ്ങളെ പുറകെ വരില്ല എന്നുള്ള അതോടുകൂടി ഫയൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങനെ ഒരു 6 മാസത്തെ വിൻഡോ കാലാവധി കൊടുത്തിരിക്കുന്നു. അത് ഒരു ടാക്സ് ആംഗിളിൽ നിന്ന് ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വരും. ഇത് നമ്മളെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുവാണെങ്കിൽ പലരെയും ബാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ, സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ബേസിക് റിക്വയർമെന്റ് ഉണ്ട്. ഈ പറയുന്ന സ്റ്റുഡൻസ് സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പം പലരും തിരിച്ച് ഒന്നെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരുന്നവരുണ്ട്. അത് ഒരു കാറ്റഗറി. NRI ആയിട്ടുള്ള പല ആൾക്കാർ തിരിച്ച് നാട്ടിലോട്ട് വന്ന പല ആൾക്കാരുണ്ട്, അവർക്ക് അവിടെ വിദേശത്ത് പല അക്കൗണ്ടുകൾ ഉള്ളവരുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ പല IT പ്രൊഫഷൻസ് ഡെപ്യൂട്ടേഷനിൽ അങ്ങനെ വിദേശത്തോട്ട് പോകുന്നവരുണ്ട്. അതെ അതെ. അപ്പൊ അവർക്കൊക്കെ അവിടെ ഒരു ഫോറിനിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരൊക്കെ ഒരു ഭയങ്കര നിയമക്കുഴിക്കിലോട്ട് ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്കീം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബഡ്ജറ്റിന്റെ അമെൻഡ്മെന്റിന്റെ പ്രത്യേകത എടുത്ത് പറയുവാണ്. ഷോണോ, ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യം മാർക്കറ്റ് ഭയങ്കര രീതിയിൽ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ ടാക്സ് റൂൾ അനുസരിച്ച് ഇപ്പോൾ FIIസിന്റെ കാര്യമാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആർഗ്യുമെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ FIIs നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്യുന്നു. ഒക്ടോബർ 2024 സെപ്റ്റംബർ ഒക്ടോബർ 2024 ആസ് വി സ്പീക്ക് റൈറ്റ് നൗ, ഇന്ന് ബഡ്ജറ്റ് ഡേ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റിലെ എന്താ പറയുക ഫിഗേഴ്സ് ഡേറ്റാസും എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നമ്മൾ മിനിങ്ങാന്ന് വരെ നോക്കുകയാണെങ്കിൽ FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതായത് FIIs സെല്ല് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ച് പൈസ കൊണ്ടുപോകുന്നത് കാരണം കറൻസിയിൽ ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നു, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു എന്നുള്ള. പക്ഷേ അവർ സെല്ല് ചെയ്യാനായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹയർ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് എന്നുള്ളൊരു ആക്ഷേപം മാർക്കറ്റിലുണ്ടായിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ FIIs നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കറൻസി ഡിപ്രിസിയേഷൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് ആദ്യം തന്നെ ഉണ്ട്. രണ്ടാമത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ലാസ്റ്റ് 1.5 കൊല്ലമായിട്ട് വലിയ രീതിയിൽ പെർഫോമൻസും കിട്ടിയില്ല. മൂന്നാമതാണെങ്കിലോ അവർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അല്ലെങ്കിൽ ലോങ് ടേമും കൂടെ അടയ്ക്കുമ്പോൾ ഏതാണ്ട് 20%, 12.5% പോകുമ്പോൾ അവർക്ക് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല, അവർക്ക് നെറ്റ് ലോസ് ആണ് വരുന്നതെന്നുള്ള അങ്ങനെ ഒരു സവിശേഷത നിലനിൽക്കുന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, കാര്യം അറിയാലോ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ്.
ഇന്ത്യക്ക് ഒരുപാട് രീതിയിൽ ഒരു ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പേ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് 33,000 ഏതാണ്ട് 80,000 രൂപയായിരിക്കുന്നു. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കുമല്ലോ ഈ ഇക്വിറ്റി റേസ് ചെയ്യണേ. അപ്പോൾ ഒരു ഹെൽത്തി ആൻഡ് സ്റ്റേബിൾ ഇക്വിറ്റി മാർക്കറ്റ് വേണമെന്നിരിക്കെ FISനെ ഇൻസെൻറ്റീവൈസ് ചെയ്യുന്നതിന് പകരം STT F&Oയിൽ കൂട്ടിയെന്ന് മാത്രമല്ല ക്യാപിറ്റൽ ഗെയിൻസിൽ യാതൊരു ചേഞ്ചും കൊണ്ടുവന്നില്ല എന്നുള്ള. അപ്പോൾ ഈ FISൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ അവർക്ക് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, കാര്യം ടാക്സ് ഹയർ ആണെന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഹാപ്സ് ഇന്ത്യ കുഡ് ബി ദ ഓൺലി ഡെവലപ്പിംഗ് കൺട്രി, എമർജിംഗ് മാർക്കറ്റ് വേർ the capital gains for a foreign institutional investor or an individual investor is taxed at source. അതായത് റെസിഡൻസി ബേസ് ചെയ്തിട്ടല്ല ടാക്സ് എടുക്കുന്നത്. അതായത് ഈ ഫണ്ട് അമേരിക്കയിൽ നിന്നാണ് വന്നതെങ്കിൽ അമേരിക്കയിൽ ടാക്സ് ചെയ്യാനായിട്ട് വിടുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ സോഴ്സിൽ അങ്ങ് ടാക്സ് ചെയ്തു എന്നുള്ള. അതുമാത്രമല്ല ഈ ടാക്സ് അവർ പേ ചെയ്യുന്നതും അവരുടെ ഈ പൈസയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാര്യം ഇത് വിത്തൾട്ട് ചെയ്ത് വെച്ച് വിത്തൗൾഡിങ് ടാക്സ് ഇവിടെ എടുക്കുകയാണെന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഡ്രക്കോണിയൻ ആയിട്ടുള്ള മെഷർ FI ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിലും ഈ FISൻ്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു പരിധിവരെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുന്നവരെ കുറച്ചൊന്ന് സഹായിക്കും എന്നുള്ള രീതിയിലും, പിന്നെ ജെനുവിൻ ആയിട്ടുള്ള FIS ഇന്ത്യ 2 FIS ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ഓൺലി FIS, അതൊരു സോവറിൻ ഫണ്ടായിരിക്കാം. അതായത് നോർവേ പോലുള്ള രാജ്യങ്ങളിലെ നോർജസ് ബാങ്ക് എന്ന് പറയുന്ന സോവറിൻ ഫണ്ട്, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ഇതൊക്കെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, സ്പെക്കുലേറ്റീവ് മണിയല്ല. അങ്ങനെയുള്ളവർക്കും ഒരു ഇൻസെൻറ്റീവ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഒരു ലെറ്റ് ഡൗൺ ആയിപ്പോയി എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ ഒരു മാർക്കറ്റിനെ സന്തോഷിപ്പിക്കുന്ന ഒന്നും വന്നില്ല എന്നുള്ളതാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഷോണോ പ്രതീക്ഷിച്ചിരുന്നോ ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ഒരു ടിങ്കറിങ് വരുമെന്ന്? ക്യാപിറ്റൽ ഗെയിനിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്നൊരു മാറ്റത്തിൻ്റെ അപ്പുറത്ത് ഒരു മാറ്റം, ഒരു സ്പേസ് അത് ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഡിപ്പ് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അതെ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെ നടന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് കയറ്റി ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു FI ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 2020 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്നതെന്ന് വിചാരിക്കാം. അന്ന് ഡോളറായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് 75 രൂപയാണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് അവർ 5 കൊല്ലം, ഇപ്പോൾ 6ാമത്തെ കൊല്ലം ജാനുവരി 2026 ആസ് വി സ്പീക്ക്, അല്ലെങ്കിൽ ഫെബ്രുവരി 1 ആയി അല്ലേ, ഫെബ്രുവരി 1 ഇന്നത്തെ ദിവസം ഈ FI ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കണമെന്ന് വിചാരിക്കുക. അതായത് 6 കൊല്ലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്, സ്റ്റോക്സിൽ നിന്ന് 5 പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല, ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നു. അതായത് അവരിപ്പോൾ $1 ബില്യൺ കൊണ്ടുവന്നു എന്ന് വയ്ക്കുക. ഇന്നും അത് $1 ബില്യൺ ആയിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ അവർ വന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ $US $75 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 91 ആയി. അപ്പോൾ ഇവർക്കൊരു ഗെയിൻ വന്നേക്കുന്നത് 75 91 രീതിയിലാണ്. പക്ഷെ അത് ഇൻവെസ്റ്റ്മെന്റിൽ വന്നതല്ല, കറൻസിയിലുള്ള. എന്നാൽ ഗവൺമെന്റ് അവിടെയും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ടാണ്. അതൊരു വലിയൊരു നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഷോണോ പറഞ്ഞതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. അതായത് ഷോണോന് അറിയാലോ, നമ്മൾ ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഇതേ സീറ്റുകളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് 12 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് കട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് 2.5-3 ലക്ഷത്തിൽ നിന്ന് ചവിട്ടിപ്പിടിച്ച് നേരെ കയറ്റിയത് 12 ലക്ഷമാണ്. നമ്മളൊരു 6 ലക്ഷം വരെ 5 ലക്ഷം വരെ നമ്മൾ ആലോചിച്ചിരുന്നുവെങ്കിലും 12 ലക്ഷം എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഞാൻ പ്രേക്ഷകരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിന് ഇത്രയും ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം ഷോർട്ട് ഫോള് അതിൽ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അതായത് ആ റവന്യൂ റെസീപ്റ്റ്സ്, അതായത് ടാക്സ് റെസീപ്റ്റ്സിൽ നല്ല ഗണ്യമായ ഒരു കുറവ് ഗവൺമെന്റ് വന്നപ്പോൾ ഗവൺമെന്റ് റവന്യൂ കുറഞ്ഞു ഇൻകം ടാക്സിലൂടെ. രണ്ടാമത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താ, GST ഇനത്തിലാണെങ്കിൽ ഓഗസ്റ്റോട് കൂടി നമ്മൾ ഈ പറയുന്ന പോലെ പ്രൈം മിനിസ്റ്റർ ഒരു ഡിസിഷൻ എടുക്കുകയും സെപ്റ്റംബർ 22 കൂടി GST 2 വരികയും കൂടെ ചെയ്തു. അപ്പം തന്നെ നമുക്കറിയാം പല സാധനങ്ങളുടെയും വില നല്ല ഗണ്യമായിട്ട് കുറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ GST ഇനത്തിലുള്ള റവന്യൂവും ഗവൺമെന്റിന് ഭേദപ്പെട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇപ്പുറത്തെ വശം നോക്കുകയാണെങ്കിലോ, ഗവൺമെന്റിനെ സംബന്ധിച്ച്
കോർപ്പറേറ്റ് ടാക്സിലും വലിയ രീതിയിൽ വരവ് കിട്ടിയിട്ടില്ല. കാര്യം ഷോണോ, നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കമ്പനികളുടെയൊക്കെ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 3 to 5%. അതായത് അതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ 2022, 24, 23 എന്നുള്ള കൊല്ലങ്ങളിലൊക്കെ 20-22% ഗ്രോ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നത് 3 to 5%. അപ്പോൾ ആ ഇനത്തിലും ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടിയില്ല എന്നുള്ള. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിലും ടാരിഫ് എല്ലാം കൂടി വന്നതോടുകൂടി അവിടുന്ന് ഒരു റവന്യൂ കിട്ടിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ഒരു റവന്യൂ ടാക്സ് റെസീപ്റ്റ്സ് ഇന്ന് കിട്ടിയില്ല എന്നുള്ള. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻസിൽ കുറയ്ക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ബട്ട് ചെറിയൊരു ടിങ്കറിങ് സാധാരണക്കാരന് കൊടുക്കോ, മാർക്കറ്റിനെ ഒന്ന് ട്രിഗർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഷോണോ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അവിടെ ഒരു എക്സ്പെക്ടേഷൻ മനസ്സിലില്ലായിരുന്നെങ്കിലും. പക്ഷേ അതേസമയം ഒരു കാര്യം പറയാം, ഈ എക്സ്പെക്ടേഷൻസ് തീർത്തുമില്ല എന്ന് പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. കാരണം ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻസിന് മുന്നേ ഒരാഴ്ചത്തെ മുന്നിലത്തെ നമ്മുടെ നാഷണൽ ചാനൽസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ഡിസ്കഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഡയറക്ട്ലി ടാക്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 1 ലക്ഷത്തിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 75,000 1 ലക്ഷം. പിന്നെ രണ്ടാമതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ജോയിന്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കൂടെ ഒരു ബേസിക് എക്സംഷൻ രണ്ടും കൂടെ ഒന്നാക്കി ആ ഒരു ബെനിഫിറ്റ്, കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് ഏർണിംഗ് എങ്കിൽ മറ്റേ ആളുടെയും കൂടെ ടാക്സ് എക്സംഷൻ യൂസ് ചെയ്യാൻ രീതി അത് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ടാക്സ് മാറുന്ന ഇൻഫ്ലേഷൻ അനുസരിച്ച് ടാക്സിന്റെ റേറ്റ് മാറുന്നില്ല, ആ ഇൻഫ്ലേഷനെയും കൂടെ പരിഗണിക്കുന്ന രീതിയിൽ ഒരു ഇൻഫ്ലേഷനെയും കൂടെ ഒരു കോസ്റ്റ് ഇൻഡെക്സും കൂടെ ടാക്സിന്റെ കൂടെ ചേർത്ത് വെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ പണ്ട് ഉണ്ടായിരുന്നത് പോലെ. ഇങ്ങനെയുള്ള ഡയറക്ട് ടാക്സിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിപ്പം ബഡ്ജറ്റ് സ്പീച്ച് കണ്ടോണ്ടിരിക്കുമ്പോൾ ഡയറക്ട് ടാക്സിന് ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഒന്നും തന്നെ വന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ. അപ്പോ അങ്ങനെ ഇരിക്കെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. വീണ്ടും ഞാൻ ബാക്ക് ടു നമ്മൾ NRIകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഫിനാൻസ് മിനിസ്റ്റർ എടുത്ത് പറഞ്ഞത്, NRI ഓൺ ചെയ്ത പ്രോപ്പർട്ടി അത് വിൽക്കുന്ന സമയത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇപ്പോൾ അത് കുറച്ച് തന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ഓണർ ഒരു നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ടാൻ നമ്പർ എന്നൊരു നമ്പർ എടുക്കണം. അതിപ്പോ പാൻ മാത്രം വെച്ചിട്ട് എനിക്കത് പർച്ചേസ് ചെയ്യാം. 1. 2, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഓണർ ഒരു റെസിഡന്റ് ഇന്ത്യക്കാരനാണെങ്കിൽ ഞാൻ അവന് കൊടുക്കുന്ന 50 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 1% മാത്രം വിത്ത്ഹോൾഡിംഗ് ടാക്സ് പിടിച്ചാൽ മതി. അതേസമയം നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ കൊടുക്കുന്ന തുകയുടെ ഏകദേശം 12.5 മുതൽ ഒരു 25% വരെ ഞാൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് പിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ടാക്സ് പിടിക്കേണ്ടത് കൊണ്ട് ഈ പ്രോപ്പർട്ടി സെയിൽ ഒരു ഭയങ്കര തലവേദനയാണ് വെളിയിലുള്ള ഇന്ത്യക്കാർക്ക്, നാട്ടിലെ പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളത്. അതിനകത്ത് ടാക്സ് റേറ്റിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു മെക്കാനിസം, ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം കുറച്ച് ഈസി ആക്കി സ്മോൾ ടാക്സ് പേഴ്സിന് ഈസി ആക്കുമെന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോൺ റെസിഡൻസ് പെടുമോ അതോ റെസിഡൻസ് മാത്രമാണോ എന്നൊക്കെയുള്ളത് ഇനിയും അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വരണം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാര്യം മിനിസ്റ്റർ അവർ എടുത്തു പറഞ്ഞതാണ്, നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കേസ് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് MSME. നമ്മൾ അതിലോട്ട് ചർച്ച വന്നിട്ടില്ല, ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്യുവാണ്. തീർച്ചയായിട്ടും. അതായത് MSME സെക്ടറിന് വേണ്ടിയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പറഞ്ഞൊരു ബഡ്ജറ്റാണ്. അത് 3 തരത്തിൽ. സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിസ്കഷൻ എടുത്ത് പറഞ്ഞിരുന്നു, ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി SME സെക്ടർ. ആ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രീനെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷ ഒന്നും വന്നില്ലെങ്കിലും എൻ്റെ ഒരു മേ ബി ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായം എന്ന് പറയാം, ഒരു ലോങ് വിഷൻ ഈ ബഡ്ജറ്റിന്റെ അകത്തുണ്ട്. കാരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത്രയും ഒരു ബാക്ക് ബോൺ ആയ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന MSMEനെ 3 രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ ഒരു പ്രൊപ്പോസലുണ്ട്. 3 രീതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ, അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ കിട്ടുന്ന രീതിയിൽ 10,000 കോടി രൂപയുടെ ഒരു SME ഗ്രോത്ത് ഫണ്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ആ ഫണ്ട് ഏതൊക്കെ സെക്ടറിലേക്കാണ്, എത്രയാണ് അതിൻ്റെ എലിജിബിലിറ്റി, അതൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. 1, അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ വരും. 2, MSME സെക്ടറിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ചെറുകിട ബിസിനസ്സുകാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ലിക്വിഡിറ്റി. പലരും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, സാറേ ബാലൻസ് ഷീറ്റ് അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ്, ടാക്സും ഗവൺമെന്റ് അടയ്ക്കുന്നുണ്ട്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല. ഇതാണ് ഒരു സാധാരണ ബിസിനസ്സുകാരന് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയലോഗ്. P&L കാണുന്ന പ്രോഫിറ്റ് എനിക്ക് എന്നെ ക്യാഷ് ആയിട്ട് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് സത്യം പറഞ്ഞ മിക്ക ബിസിനസ്സുകളുടെയും പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇത് റിയലൈസ് ആവാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് സ്റ്റക്കായി കിടക്കുവാണ്. ക്രെഡിറ്റ് പീരീഡ് 30 ദിവസമൊന്നും അല്ല, ഒരു 90 ദിവസത്തിൽ കുറഞ്ഞ ക്രെഡിറ്റ് പീരീഡ് 60-90 ദിവസമാണ് ഒരു സാധാരണ ഒരു ബില്ലിന്റെ ക്രെഡിറ്റ് പീരീഡ് ആയിട്ട് കൊടുക്കുന്നത്. റിസീവബിൾ ഒരു സംഭവം ഞാൻ കച്ചവടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് ക്യാഷ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു
90 ഡേയ്സ് വരെ പല കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ചെറിയ ഒരു SME ഒരു സംഭവം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡേയ്സിന് ശേഷം അവന്റെ ബില്ല് മാറി വരുന്നുള്ളൂ. അപ്പോൾ അത്രയും നാളത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ഇദ്ദേഹം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. അത് സിസ്റ്റം ഉള്ളതായിരുന്നു, അത് ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമാണ്. ആ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നടപടികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് സിഡ്ബി ത്രൂ ആണ് ഇങ്ങനത്തെ കൂടുതൽ ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് കഴിഞ്ഞ മാസം നമ്മുടെ പറഞ്ഞിരുന്നു സിഡ്ബിയിൽ ഏകദേശം 5000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഗവൺമെന്റ് വീണ്ടും ഇൻഫ്യൂസ് ചെയ്യുക. അപ്പോൾ സിഡ്ബിയിലോട്ട് ഫണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സിഡ്ബി ത്രൂ MSMEയിലോട്ട് ഫണ്ട് ചെല്ലും. എങ്ങനെ ഈ പറയുന്ന ബില്ലുകൾ 90 ദിവസം വരെ കിട്ടാക്കടമായിട്ട് കിടക്കുന്നത് ഇവർക്ക് ഇവിടെ ഈ സിഡ്ബി ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശതമാനം പിടിച്ചിട്ട് ആ പൈസയായിട്ട് ഇവർക്ക് റിലീസ് ചെയ്യും. 90 ദിവസം വരെ ഇവർ വെയിറ്റ് ചെയ്യണ്ട. അതിന് മുന്നേ ബിസിനസ്സുകാരന് പൈസ വരും. അപ്പോൾ അങ്ങനെ അവരുടെ ക്യാഷ് ഫ്ലോ കൂട്ടാനുള്ള മെക്കാനിസം, ക്യാഷ് സ്റ്റക്ക് ആവില്ല. അതൊരു ലിക്വിഡിറ്റി ഏറ്റവും സാധാരണ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ഇഷ്യൂ ആണ്. ഇതിനൊരു സൊല്യൂഷൻ ഈ ബഡ്ജറ്റിനകത്തുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള ഓരോ ബെനിഫിറ്റ്സ്. ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നാൽ മൂന്നാമത്തെ രീതിയിൽ MSMEനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലുള്ളത് വെറും 4 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. ഇന്ത്യയിലുള്ള MSMEയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കോടിയാണ് ഒരു ലീഗൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും വലിയൊരു സെക്ടറിനെ സെർവ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഫഷൻസ് ഇന്ത്യയിലില്ല. ഷോർട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി. പക്ഷേ അതിനകത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട്. മോഡുലാർ കോഴ്സുകൾ ഡിക്ലെയർ ചെയ്യാൻ മോഡുലാർ കോഴ്സ് ഡിക്ലെയർ ചെയ്ത് CAയുടെ മുഴുവൻ വേണ്ട, സാർ മുമ്പേ പറഞ്ഞ പോലെ വർഷങ്ങൾ നീണ്ട ആ പഠനമൊന്നും വേണ്ട, ആവശ്യമുള്ളത് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് മോഡുലാർ കോഴ്സുകൾ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ICA, അതുപോലെ തന്നെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവർ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രൊഫഷൻസിന്റെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അത് ടയർ 2 ടയർ 3 സിറ്റിയിലായിരിക്കും കൂടുതൽ പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സമഗ്രമായ അപ്രോച്ച് ഈ ബഡ്ജറ്റിനകത്ത് കാണാൻ സാധിക്കും ആ ഒരു മേഖലയിൽ പറയുവാണെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഈ ബഡ്ജറ്റിന്. അതെ, അപ്പോൾ അതിനോട് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലെ നമുക്ക് ബഡ്ജറ്റിന്റെ ഫൈൻ പ്രിന്റ് വരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷോണോനെ ഇരുത്തി പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇന്ന് വലുതായിട്ട് ഡിസ്കസ് ചെയ്യാനില്ല. നമ്മുടെ ഷോർട്ട് ടൈം ഏതാണ്ട് 4:45 ക്ലോസും ചെയ്യണം. ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്ന് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന് ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ SMEക്ക് വന്ന വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം ഷോണോ ഒന്ന് രേഖപ്പെടുത്തിയത് വളരെ സന്തോഷം തോന്നുന്നു. അത് മാത്രമല്ല ഞാൻ അതിന് മെനി താങ്ക്സ് ഷോണോ, ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് വാല്യുബിൾ ടൈം വിത്ത് അസ് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എന്തായാലും നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ബഡ്ജറ്റിന് നമുക്ക് വളരെ സന്തോഷമൊന്നും തരാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചൊരു നല്ല ട്രിവിയ ആയിട്ട് ഒന്ന് പാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ സ്റ്റാറ്റിക്സും ഡേറ്റ നമുക്ക് വന്നിരിക്കുന്നത് ടോപ്പ് 10 കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്ലോബൽ റിയൽ GDP ഗ്രോത്ത്. അതായത് ഗ്ലോബൽ റിയൽ GDP ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് IMF റിലീസ് ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ എക്കണോമിക്ക് GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യം ചൈനയാണ്, 26.6%. രണ്ടാമത്തെ രാജ്യം അവിടെയാണ് നമ്മളെല്ലാവരും പ്രൗഡ് ആവേണ്ടത്. 17% ആണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, ആൻഡ് ഇന്ത്യ ഇസ് ദ സെക്കൻഡ് നേഷൻ ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് മോർ ടു ദ ഗ്ലോബൽ എക്കണോമി. മൂന്നാമതേ ഉള്ളൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അറ്റ് 9.9%. പിന്നെ വരുന്നത് ഇന്തോനേഷ്യ 3.8%, തുർക്കിയെ 2.2%, നൈജീരിയ 1.5%, ബ്രസീൽ 1.5%, വിയറ്റ്നാം 1.6%, സൗദി അറേബ്യ 1.7%, ജർമ്മനി 0.97% എന്നുള്ളത്. ഇത് IMFന്റെ ഫിഗേഴ്സ് ആണ്. ഇത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഇലോൺ മസ്ക് തന്നെ റീട്വീറ്റ് ചെയ്തിട്ട് പറയുകയും ചെയ്തു, ഗ്ലോബൽ എക്കണോമിയുടെ സ്ട്രക്ചർ തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇത് ഷോണോ ലാസ്റ്റ് ഗസ്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വൈൻഡിങ് ഡൗൺ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഏതാണ്ട് 8 മണി മുതൽ ലൈവായിട്ട് ഞങ്ങളുടെ കൂടെ പ്രേക്ഷകർ കൂടെ പല സബ്ജക്ട്സും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയതാണ്. എക്കണോമി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, സ്റ്റോക്ക് മാർക്കറ്റ് ഡിസ്കസ് ചെയ്തു, ഗോൾഡും സിൽവറും ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ടാക്സോട് കൂടി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു വളരെ വലിയൊരു മാരത്തോൺ ചർച്ച മൈഫിൻ ആദ്യമായിട്ട് ഒരു പക്ഷേ മലയാളം ചാനൽ ആരും ചെയ്യാത്ത ഒരു പരിപാടിയുമായി പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ ഇതാ വന്നു എന്നുള്ളതാണ്. രാവിലെ 8 മണി മുതൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ മൈഫിൻ്റെ കൂടെ 4-4:30 മണി 4:45 5 മണി വരെ നിങ്ങളുടെ കൂടെ എന്ന എല്ലാ എംപ്ലോയീസ് ഓഫ് മൈഫിനും ഞാൻ എൻ്റെ സ്വയം
നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ആങ്കേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ലൈറ്റും ക്യാമറയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിൽ വെബിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്തവരുണ്ട്, ബിസിനസ് അക്കൗണ്ടിൽ ഏതാണ്ട് ടിക്കർ ബ്രേക്കിങ്ങും ബാക്കിയുള്ള ഹെഡ്ലൈൻസും ബ്രേക്കിംഗ് ന്യൂസും നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ഒരു വൻപൻ ടീം തന്നെ, ഏതാണ്ട് 50-60 പേര് വർക്ക് ചെയ്ത ഒരു വലിയൊരു എഫേർട്ടായിരുന്നു മൈഫിൻ എടുത്തതെന്നുള്ളതാണ്. അതുപോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടസിയും താങ്ക്സും പറയുന്നത് എൻ്റെ പ്രേക്ഷകരോടാണ്. എന്നും ഞങ്ങളോട് മൈഫിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഈ ലെവലിലേക്ക് ഉയർത്തി ഒരുമാതിരി ഏതാണ്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ CNBC മറ്റുള്ള ചാനലുകളും മറ്റുള്ള റീജിയണൽ ചാനൽസിനെയും ബീറ്റ് ചെയ്ത് മൈഫിനെ ഏറ്റവും നമ്പർ 1 എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ. വി വിൽ സീ യു ടുമോറോ വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. Budget beyond digits. This program co-sponsored by JMJ Fintech, NBFC listed at BSE. In association with Shalom Mattress, everlasting comfort and durability. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.